2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. 2019 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ 19 വിജയിച്ചു വന്നത് UDF ആയിരുന്നു. ഒരിടത്ത് LDF, BJPക്ക് സീറ്റ് ലഭിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തുന്ന പ്രീ പോൾ സർവേയും തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന എക്സിറ്റ് പോൾ സർവേയും ഒക്കെ വരാൻ പോവുകയാണ്. ചില മാധ്യമങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട പ്രീ പോൾ സർവേ ഞെട്ടിക്കുന്നത് തന്നെയാണ്. ആ പ്രീ പോൾ സർവേയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുവാൻ പോകുന്നത്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 19 സീറ്റിൽ അധികാരത്തിൽ വന്ന UDFന് ഇക്കുറി 20 നേടണം എന്ന ആത്മവിശ്വാസത്തിലാണ് കളത്തിലിറങ്ങുവാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ 19 വിജയിച്ചു വന്ന MPമാരെ തന്നെ ഇക്കുറി അവിടെ മത്സരിപ്പിക്കുവാനാണ് UDF തീരുമാനിച്ചിരിക്കുന്നത്. ആലപ്പുഴയിൽ ആരെ മത്സരിപ്പിക്കണം എന്നുള്ളതിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. KC വേണുഗോപാൽ മത്സരിക്കണമെന്നാണ് ഹൈക്കമാൻഡിൽ നിന്ന് വരുന്ന കടുത്ത സമ്മർദ്ദം. എന്നാൽ അതിലും ഒരു തീരുമാനവും ഇതുവരെ ആയിട്ടില്ല. ഇടതുപക്ഷത്തേക്ക് വരുമ്പോൾ ഇടതുപക്ഷത്തിന് കഴിഞ്ഞ തവണ വലിയ തിരിച്ചടി തന്നെയായിരുന്നു നേരിടേണ്ടി വന്നത്. ഒരു ലോക്സഭാ മണ്ഡലത്തിൽ മാത്രം വിജയിക്കുന്നു. കണ്ണൂരും വടകരയും കാസർഗോഡും പാലക്കാടും ആറ്റിങ്ങലടക്കമുള്ള നിരവധി ലോക്സഭാ മണ്ഡലങ്ങൾ ഇടതുപക്ഷത്തിന്റെ കോട്ടയായിരുന്നു. ആ കോട്ടകളിൽ എല്ലാം തകിടം മറിച്ചുകൊണ്ട് UDF അധികാരത്തിൽ വരുന്നു. ആകെ ഇടതുപക്ഷത്തിനോട് ചേർന്ന് നിന്നത് പുന്നപ്രയുടെയും വയലാറിന്റെയും ഒക്കെ ചരിത്രമിറങ്ങുന്ന ആലപ്പുഴ ലോക്സഭാ മണ്ഡലം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ ഒരു സീറ്റ് വിജയം കനലൊരു തരി മതി എന്ന മുദ്രാവാക്യം പറഞ്ഞ് ആശ്വസിക്കുവാൻ മാത്രം വിധിക്കപ്പെട്ടിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF. പക്ഷേ ഇക്കുറി അങ്ങനെയല്ല. 10 സീറ്റിന്റെ മുകളിലെങ്കിലും ഇടതുപക്ഷത്തിന് നേടിയേ മതിയാകൂ. ദേശീയ പാർട്ടി എന്ന സ്ഥാനം നഷ്ടപ്പെടുവാൻ സാധ്യത ഏറെ ആയതുകൊണ്ട് തന്നെ 10 സീറ്റിന് മുകളിൽ നേടിയേ മതിയാകൂ. അതല്ല എങ്കിൽ 5 സീറ്റിന് മുകളിലെങ്കിലും നേടിക്കൊണ്ട് ഇടതുപക്ഷത്തിന് ഇപ്പോഴും ജനങ്ങളുടെ ഇടയിൽ ഇടമുണ്ട് എന്ന് വരുത്തി തീർക്കുവാനെങ്കിലും ഇടതുപക്ഷത്തിന് സാധിക്കുകയുള്ളൂ. ഏതായാലും വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തീയതി പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ ശക്തമായി സ്ഥാനാർത്ഥികളെ നിർണയിച്ച് കളിക്കളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് LDF. ആകെയുള്ള 20 സീറ്റുകളിൽ 15 CPIM-ഉം 4 CPI-യും ഒരിടത്ത് കേരള കോൺഗ്രസ് മാണി വിഭാഗവുമാണ് മത്സരിക്കുന്നത്. CPI-യുടെയും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെയും CPM-ന്റെയും സ്ഥാനാർത്ഥികളിൽ തീരുമാനമായിട്ടുണ്ട്. 20 ലോക്സഭാ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികൾ, LDF സ്ഥാനാർത്ഥികൾ കളിക്കളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അവർ ജനങ്ങളുമായി സംവദിക്കുന്നുണ്ട്, പ്രചരണ പരിപാടികൾ നടത്തുന്നുണ്ട്, സജീവമായി തന്നെ മണ്ഡലത്തിലുണ്ട്. BJPയുടെ സ്ഥാനാർത്ഥിയെ ഉടൻ പ്രഖ്യാപിക്കും. BJPയുടെ 100-ൽ പരം സ്ഥാനാർത്ഥികളെ ഇന്ന് തന്നെ പ്രഖ്യാപിക്കുവാനാണ് കേന്ദ്ര നേതൃത്വം അടക്കം തീരുമാനിച്ചിരിക്കുന്നത്. നാളിതുവരെ ലോക്സഭയിലേക്ക് കേരളത്തിൽ നിന്ന് ഒരു BJP നേതാവ് പോലും കടന്നു നിന്നിട്ടില്ല എന്നുള്ളത് BJPയെ സംബന്ധിച്ച് വലിയ ക്ഷീണം തന്നെയാണ്. ഇക്കുറി അങ്ങനെ ആകുവാൻ പാടില്ല. കാലക്രമേണ വർദ്ധിച്ചു വരുന്ന BJPയുടെ വോട്ട് വർധനവ് നൽകുന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല BJPക്ക്. നിലവിലത്തെ സാഹചര്യത്തിൽ 6 A+ മണ്ഡലങ്ങളാണ് BJP കരുതുന്നത്. ആ 6 ഇടങ്ങളിൽ കുറഞ്ഞ ഒരിടത്തെങ്കിലും വിജയിച്ചു വരണം എന്ന തികഞ്ഞ ബോധത്തിലാണ് BJP കളത്തിൽ പ്രവർത്തിക്കുന്നത്. തൃശ്ശൂരും ആറ്റിങ്ങലും തിരുവനന്തപുരവുമാണ് BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്നത്. അവിടെ വിജയിച്ചു വരുവാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് BJP ഉള്ളത്. തിരുവനന്തപുരത്ത് ശശി തരൂരിനല്ല മത്സരിക്കുന്നത് എന്ന തീരുമാനം ആദ്യം വന്ന സമയത്ത് പലരും തിരുവനന്തപുരത്തേക്ക് മത്സരിക്കുവാൻ വലിയ സന്നദ്ധത കാണിച്ചിരുന്നു. അതിൽ നിർമ്മലാ സീതാരാമൻ അടക്കമുള്ള പല നേതാക്കന്മാരുണ്ട്. എന്നാൽ ശശി തരൂർ തന്നെയാണ് വീണ്ടും മത്സരിക്കുന്നത് എന്നറിഞ്ഞപ്പോൾ സ്ഥാനാർത്ഥി നിർണയം വീണ്ടും വൈകിപ്പിക്കുകയാണ് BJP. ആര് മത്സരിക്കണം എന്നതിൽ തീരുമാനം ഇതുവരെ ആയിട്ടില്ല. കേന്ദ്ര നേതാക്കന്മാർ ഇറങ്ങാൻ പോകുന്നു എന്ന വാർത്തകൾ വരുന്നു. ശോഭന മത്സരിക്കുന്നു എന്ന വാർത്ത വരുന്നു. നിർമ്മലാ സീതാരാമൻ മത്സരിക്കുന്നു എന്ന വാർത്ത വരുന്നു. പത്മനാഭദാസനായ തമ്പുരാൻ മത്സരിക്കുമെന്ന് വാർത്ത വരുന്നു. സാക്ഷാൽ നരേന്ദ്രമോദി മത്സരിക്കുമെന്ന വാർത്ത വരുന്നു. ഏറ്റവും ഒടുവിൽ രാജീവ് ചന്ദ്രശേഖരൻ വരെ പേര് വന്ന് നിൽക്കുന്നു. ആരിഫ് മുഹമ്മദ് ഖാനെയും പരിഗണിക്കുന്നു എന്ന് പല വാർത്തകളും വരുന്നു. അങ്ങനെ സ്ഥാനാർത്ഥികളുടെ പേരുകൾ ഇങ്ങനെ നിറച്ച് പല സസ്പെൻസുകളും നൽകുകയാണ് BJP നിലവിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ. ആറ്റിങ്ങൽ മുരളീധരനെ നേരത്തെ തന്നെ കളത്തിലിറക്കി കളം പിടിക്കുവാനുള്ള തയ്യാറെടുപ്പാണ് നടത്തുന്നത്. തൃശ്ശൂർ ഇക്കുറിയെങ്കിലും സുരേഷ് ഗോപിക്ക് ലഭിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് BJP ഉള്ളത്. അതുകൊണ്ട് കളത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് സുരേഷ് ഗോപി. സ്വന്തം മകളുടെ കല്യാണം വരെ തൃശ്ശൂരിൽ നടത്തി, അതും രാഷ്ട്രീയപരമായി ഉപയോഗപ്പെടുത്തുവാൻ തന്ത്രപരമായ നീക്കങ്ങൾ നടത്തിയ സുരേഷ് ഗോപിക്കും തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല. BJP സംബന്ധിച്ച് BJPക്ക് വോട്ട് വർധനവ് കുറച്ചുകൂടി കാര്യമായി കൂട്ടി 2026 അധികാരത്തിലെത്തണം എന്ന ഒരു ഉദ്ദേശ ലക്ഷ്യം കൂടിയുണ്ട്. അത് നടക്കുമോ ഇല്ലയോ എന്നറിയാൻ ഇനിയും വർഷങ്ങൾ കാത്തിരിക്കേണ്ടതായുണ്ട്. എന്തായാലും BJP വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. UDFിലേക്ക് വരുമ്പോൾ സിറ്റിംഗ് MPമാരെ തന്നെ മത്സരിപ്പിക്കുവാനുള്ള കടുത്ത തീരുമാനത്തിലാണ് കോൺഗ്രസ് ഉള്ളത്, UDF ഉള്ളത്.
കർണാടകയിൽ കോൺഗ്രസിനെ വിജയിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന് ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥികളെ നിർണ്ണയിച്ചു എന്നുള്ളതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടുത്തിരിക്കുന്ന ഈ സമയത്ത് പോലും സ്ഥാനാർത്ഥികളെ കൃത്യമായി നിർണ്ണയിക്കുവാൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. എന്നിരുന്നാൽ പോലും സിറ്റിംഗ് എംപിമാർ തന്നെ മത്സരിക്കണമെന്ന ഉദ്ദേശ ലക്ഷ്യത്തിലാണ് കോൺഗ്രസ് ഇക്കുറി അല്ലെങ്കിൽ UDF ഇക്കുറി കളത്തിലിറങ്ങുന്നത്. UDF 20 സീറ്റുകളിൽ മത്സരിക്കുമ്പോൾ അതിൽ 16 കോൺഗ്രസും 2 ലീഗും 1 RSPയും 1 കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും മത്സരിക്കുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് 16 സീറ്റുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. ആ 16 സീറ്റിലെയും ആ 16 15 വിജയിച്ചു നിൽക്കുന്നുണ്ട് കോൺഗ്രസ്. 1 മാത്രമാണ് LDF വിജയിച്ചു നിൽക്കുന്നത്. അത് ആലപ്പുഴയിലാണ്. ഇക്കുറി ആലപ്പുഴയിൽ KC വേണുഗോപാലിനെ ഇറക്കിക്കൊണ്ട് ആലപ്പുഴ തിരിച്ചു പിടിക്കാമെന്ന ഉദ്ദേശ ലക്ഷ്യത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് സിറ്റിംഗ് എംപിമാരെ ഇക്കുറിയും കളത്തിലിറക്കുന്നത്. ഇനി മുസ്ലിം ലീഗിലേക്ക് വരുമ്പോൾ മുസ്ലിം ലീഗ് ആദ്യഘട്ടത്തിൽ 3ാമതൊരു സീറ്റ് കൂടി വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതിൽ വയനാടും കണ്ണൂരും വടകരയും കോഴിക്കോടും ഒക്കെ അവർ ആവശ്യപ്പെട്ടു. എന്നാൽ ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ കാരണം ഇക്കുറിയും 3ാമതൊരു സീറ്റ് നൽകുവാൻ കഴിയില്ല എന്ന് കോൺഗ്രസ് ആദ്യഘട്ടം മുതലേ ലീഗിനെ അറിയിക്കുന്നു. ലീഗ് ആദ്യമൊക്കെ കടുംപിടുത്തം പിടിച്ചിരുന്നുവെങ്കിലും പിന്നീട് രാജ്യസഭാ സീറ്റ് നൽകാമെന്ന് അറിയിച്ചപ്പോൾ അയവ് വരുത്തുകയായിരുന്നു. നിലവിൽ 2 സീറ്റിൽ തന്നെയാണ് ലീഗ് മത്സരിക്കുന്നത്. അത് മലപ്പുറത്തും പൊന്നാനിയിലുമാണ്. പക്ഷേ പൊന്നാനിയിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്ന ET മുഹമ്മദ് ബഷീറിനെ മലപ്പുറത്തേക്കും മലപ്പുറത്തെ സ്ഥാനാർത്ഥിയായിരുന്ന അബ്ദുൽ സമദ് സമദാനിയെ പൊന്നാനിയിലേക്കും മാറ്റി കളം കുറച്ചുകൂടി സുരക്ഷിതമാക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തിലാണ് ലീഗുള്ളത്. ആത്മവിശ്വാസത്തിന്റെ ഒരു കുറവ് ഒരു പക്ഷേ ആ സ്ഥാനാർത്ഥി വ്യത്യാസങ്ങളിൽ പ്രകടമാകുന്നുണ്ടെന്ന് പറയേണ്ടതായുണ്ട്. ഇനി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലേക്ക് വരുമ്പോൾ മുസ്ലിം ലീഗ് കഴിഞ്ഞാൽ RSP കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. ജോസഫ് വിഭാഗം വലിയ ചർച്ചകൾക്കൊടുവിൽ അവിടെ ഒരു സ്ഥാനാർത്ഥി നിർണ്ണയിച്ചിരിക്കുന്നു. വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ തന്നെ നിർണ്ണയിക്കണമെന്ന് കോൺഗ്രസ് അറിയിച്ചിരുന്നു. കാരണം 20 സീറ്റുകൾ നേടുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. ആ കോട്ടയം ലോക്സഭാ മണ്ഡലം പിടിക്കുവാൻ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് കഴിയില്ല എന്നൊരു തോന്നലുണ്ടെങ്കിൽ അത് കോൺഗ്രസിനെ ഏൽപ്പിക്കൂ. കോൺഗ്രസ് നല്ലൊരു സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കി ആ കോട്ടയം പിടിച്ചു നിർത്താമെന്ന് അറിയിക്കുന്നുണ്ട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനെ. ഇനി ഈ സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് പ്രീ പോൾ സർവേ നടക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്നത് പ്രീ പോൾ സർവേ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നടക്കുന്നത് എക്സിറ്റ് പോൾ സർവേ, അതിനുശേഷം വിധി വരുന്നു. പല ഏജൻസികളും നടത്തിയ പ്രീ പോൾ സർവേയിൽ ഞെട്ടിക്കുന്ന കണക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിലവിൽ 19 സീറ്റിൽ മത്സരിക്കുന്ന കോൺഗ്രസ് അടുത്ത തവണയും ഏകദേശം അതേ മാർജിൽ തന്നെ വിജയിക്കും. പക്ഷേ വോട്ട് ഷെയറിൽ വലിയ കുറവ് കോൺഗ്രസ് ഉണ്ടാവുമെങ്കിൽ പോലും 19 സീറ്റുകളിൽ വിജയിച്ച കോൺഗ്രസ് കുറഞ്ഞത് 17 ഇടങ്ങളിലെങ്കിലും വിജയിക്കും എന്നാണ് പ്രീ പോൾ സർവേ പറയുന്നത്. അതിനുശേഷം LDFിലേക്ക് വരുമ്പോൾ LDF കഴിഞ്ഞ തവണ 1 സീറ്റിൽ വിജയിച്ചുവെങ്കിൽ ഇക്കുറി 1 സീറ്റ് കൂടി അധികം വിജയിക്കും എന്ന ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട്. അതിൽ പ്രധാനമായി പറയുന്നത് ആലത്തൂർ ലോക്സഭാ മണ്ഡലമാണ്. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ K രാധാകൃഷ്ണനെ കളത്തിലിറക്കി രമ്യ ഹരിദാസിനെ പരാജയപ്പെടുത്താനുള്ള സാധ്യതകൾ ഏറെയാണ്. അതുകൊണ്ട് ആലത്തൂർ ലോക്സഭാ മണ്ഡലമാണ് ഇടതുപക്ഷം വിജയിക്കുവാൻ സാധ്യതയുള്ള മറ്റൊരു ലോക്സഭാ മണ്ഡലമായി പറയുന്നത്. പിന്നീട് BJPയിലേക്ക് വരുമ്പോൾ BJP ഇക്കുറി അക്കൗണ്ട് തുറക്കുമോ എന്ന് ചോദിച്ചാൽ വലിയൊരു ഭൂരിപക്ഷം സർവേകളും പറയുന്നത് 1 സീറ്റ് BJPക്ക് ലോക്സഭാ മണ്ഡലത്തിലേക്ക് കടക്കുവാൻ ലഭിക്കും. അങ്ങനെയെങ്കിൽ അത് വലിയ ചരിത്രം തന്നെയായിരിക്കും. അത് തിരുവനന്തപുരമാകുമോ, തൃശ്ശൂരാകുമോ, പത്തനംതിട്ടയാകുമോ, കാസർഗോഡാകുമോ, പാലക്കാടാകുമോ എന്നൊക്കെ കണ്ടറിയേണ്ടതാണ്. എന്തായാലും 1 സീറ്റ് BJPക്ക് ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. 0 മുതൽ 1 സീറ്റ് വരെയാണ് BJPക്ക് പ്രീ പോൾ സർവേയിൽ ലഭിക്കുമെന്ന് പറയുന്നത്. അതിൽ തൃശ്ശൂർ എന്തായാലും ലഭിക്കുവാനുള്ള സാധ്യത കുറവാണ്. കാരണം അവിടുത്തെ സഭകൾ നിലവിൽ BJPയുമായി അകന്നു നിൽക്കുന്നു. ക്രൈസ്തവ വോട്ടുകൾ ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. അതിനോടൊപ്പം തന്നെ കളിക്കളത്തിൽ സജീവമായുള്ളത് അല്ലെങ്കിൽ വളരെ സജീവ പ്രവർത്തനവുമായി സ്നേഹ സന്ദേശ യാത്രയുമായി പ്രതാപനും അതുപോലെ തന്നെ ജനങ്ങൾക്കിടയിൽ ജനസമ്മതനായി തന്നെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി സുനിൽകുമാറും ഇറങ്ങിക്കഴിഞ്ഞു. കളത്തിൽ BJP ഉണ്ടെങ്കിൽ പോലും പ്രത്യക്ഷത്തിൽ പോരാട്ടം നടക്കുന്നത് LDF UDFും തമ്മിലാണെന്ന തരത്തിലേക്കുള്ള ചില അഭിപ്രായങ്ങൾ തൃശ്ശൂരിലെ ജനങ്ങൾ അറിയിക്കുന്നു, എക്സിറ്റ് പോൾ ഫലത്തിലൂടെ അറിയിക്കുന്നു. അപ്പോൾ തൃശ്ശൂർ BJP വരാനുള്ള സാധ്യത കുറവാണ്. തിരുവനന്തപുരത്തും BJP വരുവാനുള്ള സാധ്യത കുറവാണ്. ആറ്റിങ്ങലും BJP വരാനുള്ള സാധ്യത കുറവാണ്. പത്തനംതിട്ടയാണ് നിലവിൽ സാധ്യത ഉള്ളതായി പറയുന്ന ഒരു ലോക്സഭാ മണ്ഡലം. പക്ഷേ അവിടെ തോമസ് ഐസക് വളരെ ശക്തനായ നേതാവാണ്. അവിടെ 3 തവണ അടുപ്പിച്ച് വിജയിച്ചു വരുന്ന ആന്റോ ആന്റണിയും വളരെ ശക്തനാണ്. ഈ സാഹചര്യത്തിൽ K സുരേന്ദ്രനാണ് അവിടെ മത്സരിക്കുന്നെങ്കിൽ ഒരു പക്ഷേ അവിടെ വിജയിച്ചു വരാൻ സാധ്യതയുണ്ട് എന്നാണ് പ്രീ പോൾ സർവേയിൽ പറയുന്നത്. എന്തായാലും ഇങ്ങനെയാണ് സർവേ ഫലങ്ങൾ വരുന്നത്. 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ 17 UDF,
രണ്ടിടത്ത് LDF, ഒരിടത്ത് BJP. എന്തായാലും പ്രീ പോൾ സർവേ കോൺഗ്രസിന് അനുകൂലമാണ്. എക്സിറ്റ് പോൾ ഫലം ആർക്ക് അനുകൂലമാണെന്ന് കാത്തിരുന്നറിയാം.